നമ്മളെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. പല ആൾക്കാരും പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ആരോ പുറകുനിന്ന് വലിക്കുന്ന പോലെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ കയറുന്നുണ്ട്, ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല, 100% കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ പുറകോട്ട് വലിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പ്രശ്നങ്ങളെ കാണുന്ന രീതി മാറ്റിയെടുക്കുക. നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമുക്കിലേക്ക് സൊല്യൂഷൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? സൊല്യൂഷൻസിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ പെടൽ ഇപ്പോൾ നമുക്ക് വലിയൊരു കടം വന്നു നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കടം കിട്ടാനുള്ള സൊല്യൂഷൻസ് നമ്മൾ മുന്നോട്ട് വന്നോളണമെന്നില്ല. പകരം നമ്മൾ ഇനി എന്ത് ചെയ്യും, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, സർവൈവ് ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് നമുക്ക് പല സൊല്യൂഷൻസും വരും. മനസ്സിലായില്ല? അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു